ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അഡ്രസ്സിംഗ് മോഡ്സും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സും ആണ്. അഡ്രസ്സിംഗ് മോഡ് എന്താണെന്നാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ 8051 അഡ്രസ്സിംഗ് മോഡ്സ്, ദാറ്റ് ഈസ് ഇൻ 8051 മൈക്രോ കൺട്രോളർ അഡ്രസ്സിംഗ് മോഡ്സ് സ്പെസിഫൈ ഹൗ ദ ഓപ്പറൻഡ് ഓർ ഡാറ്റ ഈസ് ആക്സസ്ഡ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ. സോ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ദ ഓപ്പറൻസ് ഈസ് ആക്സസ്ഡ് ബൈ ആൻ ഇൻസ്ട്രക്ഷൻ. അതായത് 8051 നമ്മൾ എങ്ങനെ ഓപ്പറൻസിനെ ആക്സസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വിളിക്കുക. പല മെത്തേഡിൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ആൻ ഓപ്പറൻ? ഓപ്പറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വാല്യൂ വിച്ച് വി വാണ്ട് ടു ഓപ്പറേറ്റ്. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. മേ ബി 10+5 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 10 എന്ന് പറയുന്ന അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഓപ്പറൻ എന്ന് പറയുക. ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുക. സോ 8051 നമ്മളൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ, മേ ബി ഒരു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഓപ്പറൻസിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡിലൂടെ കാണുന്നത്. പല രീതിയിൽ നമുക്ക് ഓപ്പറൻസിനെ ആക്സസ് ചെയ്യാം. ഒന്ന്, ഓപ്പറൻസിനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ത്രൂ ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഓപ്പറൻറ്റിനെ ഒരു രജിസ്റ്ററിലേക്ക് എടുത്തിട്ടതിന് ശേഷം ഈ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ രജിസ്റ്ററിനകത്തേക്ക് നമുക്കൊരു ലൊക്കേഷൻ കൊടുത്തിട്ട് ഈ ലൊക്കേഷനിലുള്ള ഡാറ്റ നമുക്ക് ഓപ്പറൻ്റായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 3 തരത്തിൽ നമുക്ക് മെയിൻലി ഈ 8051 ഓപ്പറൻസിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. Intel 8051 സപ്പോർട്ട് സെവറൽ അഡ്രസ്സിംഗ് മോഡ്സ് ദാറ്റ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ആക്സസിങ് രജിസ്റ്റേഴ്സ്, റാം, റോം ആൻഡ് എക്സ്റ്റേണൽ മെമ്മറി. സോ ഈ അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് സെക്ഷനിൽ നിന്ന് ഓപ്പറൻസിനെ ആക്സസ് ചെയ്യുന്നത്. വൈ ദിസ് അഡ്രസ്സിംഗ് മോഡ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്? ഇറ്റ് ഡിഫൈൻ ഹൗ ഡാറ്റ ഈസ് ആക്സസ്ഡ്. നമ്മൾ എങ്ങനെ ഡാറ്റ ആക്സസ് ചെയ്യണം, ഈ ഓപ്പറൻ ആക്സസ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ഇത് ത്രൂ ആണ്. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ ഇൻസ്ട്രക്ഷൻ സൈസ്, ഓൾസോ ഇംപ്രൂവ് പ്രോഗ്രാം എഫിഷ്യൻസി ആൻഡ് അലോ ഫ്ലെക്സിബിലിറ്റി. ഈ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെയാണ് അഡ്രസ്സിംഗ് മോഡ്സ് നമ്മൾ ഈ 8051 ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം 8051 മെമ്മറി സൈസ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. സോ ഈ ചെറിയ മെമ്മറി സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലാവിഷ് ആയിട്ട് മെമ്മറി യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻസ്ട്രക്ഷൻ്റെ സൈസൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ. സോ മെയിൻലി നമുക്ക് ഇത്രയും ടൈപ്സ് ആണ് വരുന്നത്. ദറ്റ് ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്സ്. ഓക്കെ, ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് നമുക്ക് 8051 വരുന്നത്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഒന്ന് നോക്കാം. സോ നമ്മൾ ഈ ഓരോ അഡ്രസ്സിംഗ് മോഡ്സും നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ ത്രൂ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടെന്ന് വരിക. ഓക്കെ, ഇൻ ദിസ് മോഡ് ഡാറ്റ ഈസ് പ്രൊവൈഡഡ് ഡയറക്ട്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ തന്നെ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് മൂവ് എ #25 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. സോ ഈ ഇൻസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയില്ലെങ്കിൽ അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ അടുത്ത ലെക്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നാലും ഈ ഒരു ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് 25 എന്ന് പറയുന്ന നമ്പർ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 25H എന്ന് പറയുന്ന നമ്പർ എയിലേക്ക് കോപ്പി ചെയ്യുക എന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നത്. നമ്മൾ 8051 ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ആണ് മൂവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ #25H എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് 25H ഈസ് ദ ഹെക്സാഡെസിമൽ നമ്പർ. ഈ ഒരു വാല്യൂ നമ്മൾ എയിലേക്ക് കൊടുക്കുകയാണ്. അത് ഫോർ അനദർ എക്സാമ്പിൾ, നമ്മൾ ഇതൊരു 8-bit നമ്പറാണ്. അതേപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ഒക്കെ ആണെങ്കിൽ 16-bit ആയിരിക്കും ഉണ്ടാവുക. സോ ഒരു 16-bit ഓപ്പറേഷൻ ചെയ്യുന്നതിന് നമ്മൾ DPTR ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ DPTR എന്ന് പറയുന്നത് 16-bit ഓപ്പറേഷനുകളാണ്. സോ 2500H എന്ന് പറയുന്ന ഈ ഒരു 16-bit നമ്പർ DPTR എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് ഇത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിളാണ്. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം. അതായത് നമ്മളൊരു നമ്പർ അല്ലെങ്കിൽ ഒരു വാല്യൂ ഡയറക്റ്റ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നമ്പറായിട്ട് തന്നെ നമ്മളതിൽ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഹാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ കൊടുക്കണം. ദാറ്റ് മീൻസ് ഈ 25H എന്ന് പറയുന്ന നമ്പറാണ് എ എന്ന് പറയുന്ന അക്യുമുലേറ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2500H എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 16-bit ഹെക്സാഡെസിമൽ നമ്പറാണ് DPTRലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഹാഷ് സിമ്പിൾ ഇൻഡിക്കേറ്റ് ഇമ്മീഡിയറ്റ് ഡാറ്റ. ഈ ഹാഷ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിചാരിച്ചോളാം, ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ്. ഓക്കെ, ഇവിടെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 25H എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യുന്നത്.
ആൻഡ് ഇറ്റ്സ് എ ഫാസ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് യൂസ്ഡ് ഫോർ ഇനീഷ്യലൈസിങ് രജിസ്റ്റേഴ്സ്. സോ രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാനും ഇനീഷ്യലൈസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്പൺ സ്റ്റോർഡ് ഇൻ എ രജിസ്റ്റർ ആണ്. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി ബാങ്കിൽ കാണുന്ന ഈ R0 to R7 രജിസ്റ്റേഴ്സും നമുക്ക് ഈ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവ് A,R1 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ ഒരു നമ്പർ ആയിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് മൂവ് A, ആ നമ്പറിന് പകരം രജിസ്റ്റർ ആണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എയിലേക്ക് R1ലുള്ള വാല്യൂ എന്താണോ അത് ഇങ്ങോട്ടേക്ക് പോവുക. അതായത് ഈ R1-നകത്ത് ഈ 20H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ആണെങ്കിൽ ഈ നമ്പർ ആയിരിക്കും എയിലേക്ക് പോവുക. ഈ R1ലുള്ള വാല്യൂ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറുന്ന വാല്യൂ എന്താണോ അതായിരിക്കും എയിലേക്ക് പോവുക. സോ നേരത്തെ കണ്ടതിൽ നമുക്കൊരു ഫിക്സഡ് വാല്യൂ ആയിരുന്നു എയിലേക്ക് പോയിരുന്നത്, പക്ഷേ ഇവിടെ R1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ ആ വാല്യൂ ആണ് എയിലേക്ക് പോവുക. ദാറ്റ് ഈസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇത് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സിംഗ് മോഡാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. R5 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് അക്യുമുലേറ്റർ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ എന്താണോ അത് മൂവ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അക്യുമുലേറ്റർ രജിസ്റ്ററിനകത്ത് R1 to എയിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ എയിൽ നിന്ന് R5ലേക്കും പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് മൂവ് R1, R2 അല്ലെങ്കിൽ മൂവ് R2, R5 എന്നുള്ള ഡയറക്റ്റ് R രജിസ്റ്റർ എന്ന് പറയുന്ന അതിലേക്ക് നമുക്ക് മൂവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നില്ല. സോ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണ് അലോ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്പ് കോഡ്സ് എന്ന് പറയുന്നത് കൂടുതൽ വേണ്ടി വരും. ദാറ്റ് മീൻസ് സപ്പോസ് മൂവ് നമുക്കിവിടെ മൂവ് A,R1 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സോ എയിലേക്ക് R1ലുള്ള വാല്യൂ എന്താണോ മൂവ് ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് വരുന്നത്. സോ ഫോർ എവറി ഇൻസ്ട്രക്ഷൻ നമുക്കതിനൊരു ഓപ്പ് കോഡ് ഉണ്ട്. നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പ് കോഡാണ് റൺ ചെയ്യുക. ദാറ്റ് ഈസ് നമ്മളെ കൺട്രോളറിനകത്ത് ഈ ഓപ്പ് കോഡ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഓപ്പ് കോഡ്സിന് മനസ്സിലാവും ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ R1ലുള്ള വാല്യൂ എന്താണോ അത് എയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത്. സോ അവിടെ കറസ്പോണ്ടിങ് ഓപ്പ് കോഡ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെ തിരിച്ചും ഇതിനും ഒരു ഓപ്പ് കോഡ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ R1 ആണെങ്കിൽ അത് R2 ആണെങ്കിൽ അത് R2, R3 അപ് ടു R7 വരെയുള്ളതിൻ്റെ ഓപ്പ് കോഡ്സ് അവിടെ വരുന്നുണ്ട്. ഇനി അതേ സമയത്ത് നമ്മൾ ഇവിടെ R1, R2 അല്ലെങ്കിൽ R1, R3, R1, R4 അങ്ങനെ നമുക്ക് കുറേ വാല്യൂസ് വരുമ്പോൾ മൂവിന് മാത്രമായിട്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് വരും. R1ലേക്ക് മാത്രം വാല്യൂ എടുക്കുന്ന ഒരു 6 കോമ്പിനേഷൻസ് ഉണ്ടാവും, പിന്നെ R2നും വേറെ കോമ്പിനേഷൻസ് ഉണ്ടാവും. സോ ഒരുപാട് കോമ്പിനേഷൻസുകൾ നമുക്ക് വരുമ്പം നമ്പർ ഓഫ് ഓപ്പ് കോഡ്സ് എന്ന് പറയുന്നത് കൂടി വരും. സോ ഓപ്പ് കോഡ്സ് വളരെ കൂടുന്ന സമയത്ത് നമ്മളുടെ 8051ൻ്റെ മെമ്മറി കൂടുതലായിട്ട് യൂസ് ചെയ്യും. സോ ആ ഒരു യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഓപ്ഷനുള്ള ഇൻസ്ട്രക്ഷൻസ് അതിൽ കൊടുക്കാത്തത്. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രം നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ കേസിൽ ദീസ് ആർ വെരി ഫാസ്റ്റ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ് ഫാസ്റ്റ് ആണ് ആൻഡ് ഇറ്റ് യൂസസ് ഇന്റേണൽ രജിസ്റ്റർ ബാങ്ക്. ഓക്കെ, ദാറ്റ് ഈസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ദാറ്റ് ഈസ് അഡ്രസ് ഇൻ ഇൻസ്ട്രക്ഷൻ. ദ ഡയറക്റ്റ് അഡ്രസ്സസ് ഓഫ് ഇന്റേണൽ റാം ഓർ SFR ഇസ് സ്പെസിഫൈഡ്. നമ്മൾ ഇന്റേണൽ റാം SFR ഒക്കെ കണ്ടിട്ടുള്ളതാണ്. സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ മൂവ് A,35H എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സിനകത്ത് ഈ 35 എന്ന് പറയുന്ന നമ്പറിന് മുമ്പിൽ ഒരു ഹാഷ് വന്നിരുന്നു അല്ലേ. സോ ദാറ്റ് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മൾ എയിലേക്ക് കൊടുത്തത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ മൂവ് A,35H എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണുള്ളത് അല്ലേ. ഇവിടെ ഹാഷ് കാണുന്നില്ല. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ 35H എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ഡാറ്റ എന്താണോ അത് എയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ ഗെറ്റ്സ് ദ കണ്ടൻസ് ഓഫ് റാം ലൊക്കേഷൻ 35H. ഓക്കെ, കണ്ടൻസ് ആണ് വരുന്നത്, അതിലുള്ള 35H എന്ന് പറയുന്ന വാല്യൂ അല്ല വരുന്നത്. വാല്യൂ വരണമായിരുന്നെങ്കിൽ നമ്മൾ ഇതിന് മുമ്പിൽ ഹാഷ് കൊടുക്കണമായിരുന്നു. സിമിലർലി വേറൊരു എക്സാമ്പിൾ നോക്കാം. 40H, A എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ 40H എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് കൊണ്ടുപോയി കോപ്പി ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ 40H എന്ന് പറയുന്നത് അവിടുത്തെ അഡ്രസ് ആണ്. ട്രാൻസ്ഫർ അക്യുമുലേറ്റർ കണ്ടന്റ് ടു റാം ലൊക്കേഷൻ 40H. അതുപോലെ വേറൊരു എക്സാമ്പിൾ, ഇതിൽ എ രജിസ്റ്റർ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, 20H, 30H ആണ്. അതായത് 20H എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് 30H എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ഡാറ്റ കോപ്പി ചെയ്യുക എന്നാണ് അവിടെ പറയുന്നത്. അവിടെ 20 എന്നും 30H എന്നും പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡാറ്റ, ഇറ്റ്സ് ദ അഡ്രസ്. ഓക്കെ, ദാറ്റ് ഇസ് ലൊക്കേഷൻ 20H ഗെറ്റ് ദ കണ്ടൻസ് ഓഫ് ലൊക്കേഷൻ 30H. ഓക്കെ, അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് ഒരു 8-ബിറ്റ് അഡ്രസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക. സോ ഇന്റേണൽ റാമിലും അതുപോലെ തന്നെ SFRലും വരുന്ന 8-ബിറ്റ് അഡ്രസ്സസ് ആണ് നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക.
ഓക്കെ, അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ്. 8051 ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 90% പ്രോഗ്രാമിംഗ് നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് യൂസ് ചെയ്യുക. വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ദാറ്റ് ഈസ് അഡ്രസ് ഓഫ് ദ ഓപ്പറൻഡ് ഗിവൺ ഇൻ രജിസ്റ്റർ ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് അഡ്രസ്സിംഗ് mode. That is internal RAM and external RAM can be accessed using this mode. നമുക്കറിയാം ഇന്റേണലും എക്സ്റ്റേണലും തമ്മിൽ 8-bit 16-bit ആണ് വരുന്നത്. അതും നമുക്ക് ഈ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. The advantage of giving an address using a register is that we can increment the address in a loop by simply incrementing the register. നമുക്ക് ആ നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനെക്കാട്ടും എളുപ്പം രജിസ്റ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. സോ രജിസ്റ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിലൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഹെൻസ് ആക്സസ് എ സീരീസ് ഓഫ് ലൊക്കേഷൻ. നമ്മളോട് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള മാത്രം വാല്യൂ ആയിരിക്കും എടുക്കാൻ പറയാം. മേ ബി ഒരു സ്റ്റാക്കിലോ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മെമ്മറിയിലുള്ള വാല്യൂസോ ഒക്കെ നമ്മളോട് എടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഓരോ സമയത്തും ഈ അഡ്രസ്സ് പോയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഡ്രസ്സ് ലൊക്കേഷൻ ഒരു രജിസ്റ്ററിലേക്ക് കൊടുത്തിട്ട് പിന്നെ രജിസ്റ്റർ ഇങ്ങനെ ആ ലൂപ്പിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇന്റേണൽ റാം. ദാറ്റ് ഈസ് 8-bit അഡ്രസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എങ്ങനെ ചെയ്യും? ദാറ്റ് ഈസ് R0 ഓർ R1 വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൂവ് A, @R. ഈ ഒരു @ എന്ന് പറഞ്ഞ സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു എക്സ്പ്രഷൻ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് R0യിൽ എന്ത് അഡ്രസ് ആണോ ആ അഡ്രസ്സിലെ കണ്ടന്റ് എയിലേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് A gets the contents of internal RAM location whose address is given by R0. R0യിലുള്ള സാധനം അല്ല എയിൽ പോകുന്നത്. സപ്പോസ് R0യിൽ എനിക്ക് 25H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യും? 25Hൽ പോയിട്ട് അവിടുത്തെ ഡാറ്റ എടുത്തിട്ട് എയിലേക്ക് കൊടുക്കും. നമ്മൾ ഇത്രയും നേരം കണ്ടതിനേക്കാൾ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഇഫ് R0 is 25H then A gets the contents of location 25H from internal RAM. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചു മൂവ് @R1, A എന്ന് പറയുകയാണെങ്കിൽ എയിലുള്ള വാല്യൂ നേരെ പോയിട്ട് R1ലുള്ള അഡ്രസ് എന്താണോ ആ അഡ്രസ്സിലേക്ക് ഡാറ്റ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഇന്റേണൽ റാം ലൊക്കേഷൻ പോയിന്റഡ് ബൈ ദ R1 ഗെറ്റ്സ് ദ വാല്യൂ ഓഫ് A. R1ലേക്കല്ല സാധനം പോകുന്നത്, എയിൽ നിന്ന് R1ൽ ഏത് അഡ്രസ് ആണോ ഉള്ളത് ആ അഡ്രസ്സിലേക്ക് ആണ് പോവുക. ഓക്കെ, and sign is present before the register to indicate that the register is giving an address. നമ്മൾ ഇമ്മീഡിയറ്റിനകത്തൊരു ഹാഷ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, നമ്പർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തു. സോ ഇവിടെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സിനകത്ത് നമ്മൾ R0ൻ്റെ മുമ്പിൽ @ കൊടുത്തിട്ട് പറയാണ് R0യിലുള്ള അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിൽ പോയിട്ട് അവിടുത്തെ ഡാറ്റ എടുത്ത് എയിലേക്ക് കൊടുക്കാൻ. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് ഇത് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഞാനത് എക്സാമ്പിൾസുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇത് ഇന്റേണൽ റാമിൻ്റെ കേസാണ് ഫോർ 8-bit അഡ്രസ്. ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ ഫോർ എക്സ്റ്റേണൽ റാം അഡ്രസ് ഈസ് പ്രൊവൈഡഡ് ബൈ R1 ഓർ R0 ഓർ ബൈ DPTR. എക്സ്റ്റേണൽ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 16-bit അഡ്രസ് ആണ്. ഇഫ് DPTR ഈസ് യൂസ് ടു ഗിവ് ആൻ അഡ്രസ് ദെൻ ദ ഫുൾ 64 KB റേഞ്ച് ഓഫ് എക്സ്റ്റേണൽ റാം ഫ്രം 000H to FFFH is available. This is because DPTR is 16-bit. സോ എക്സ്റ്റേണൽ റാം എന്ന് പറയുന്നത് 16-bit ആണ്. നേരത്തെ നമ്മൾ 8-bit ആയിരുന്നു കണ്ടിരുന്നത്. ഈ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് 16-bit ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരുന്നുള്ള ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം മൂവ് X എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് 16-bit ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അതിന് വേറൊരു ഇൻസ്ട്രക്ഷൻ ആണ്, ദാറ്റ് ഈസ് മൂവ് X ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ മൂവ് X A, @DPTR എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് A gets the contents of external RAM location whose address is given by the DPTR. സോ ഇത് ശ്രദ്ധിക്കുക, DPTRലുള്ള സാധനം അല്ല എയിലേക്ക് പോകുന്നത്. DPTRൽ ഏത് അഡ്രസ് ആണോ ആ അഡ്രസ്സിൽ പോയിട്ട് അവിടുത്തെ കണ്ടന്റ് എടുത്തിട്ടാണ് എയിലേക്ക് കൊടുക്കുന്നത്. സിമിലർലി അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. സോ എയിലുള്ള വാല്യൂ DPTRലേക്ക് കൊടുക്കുക മീൻസ് A is sorted at the external RAM location whose address is given by DPTR. എയിലുള്ള വാല്യൂ DPTRനകത്തുള്ള അഡ്രസ് എന്താണോ ആ അഡ്രസ്സിലേക്ക് കോപ്പി ചെയ്യാന്നാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഈസ് എ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ആൻഡ് X is present in the instruction to indicate external RAM. ഞാൻ പറഞ്ഞു മൂവ് X എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് എക്സ്റ്റേണൽ റാം ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് വരിക. ഇനി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇഫ് R0 or R1 is used to given an address then only first 256 location of external RAM is available.
സോ ഇന്റേണൽ റാം ആണെങ്കിൽ 8 ബിറ്റും എക്സ്റ്റേണൽ റാം ആണെങ്കിൽ 16 ബിറ്റും ആക്സസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ ഇതേ സമയത്ത് എക്സ്റ്റേണലിൽ തന്നെ നമുക്ക് 8 ബിറ്റ് ആക്സസ് ചെയ്യണം. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല. എന്നാലും ഇൻ കേസ് നമുക്കത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും കൂടെ നമുക്ക് വരുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ റാമിൽ 8 ബിറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ R0 ഓർ R1 യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് MOVX A,@R0 അല്ലെങ്കിൽ @R1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. നമുക്കറിയാം ഇത് ഒരു 8 ബിറ്റ് അഡ്രസ്സാണ് നമ്മൾ R0ക്കകത്തുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്യാം. ഇതിങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതല്ല. ഇറ്റ്സ് ആക്ച്വലി നോട്ട് എഫിഷ്യൻറ്റ്. നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുന്നത് തന്നെ മോർ മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ 16 ബിറ്റോളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ 8 ബിറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്കവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇൻ കേസ് അങ്ങനെ പ്രോഗ്രാമറിന് യൂസ് ചെയ്യണം, എക്സ്റ്റേണലിനകത്ത് 8 ബിറ്റ് അഡ്രസ്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ദിസ് വൺ. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്സ്. Okay, in this mode is used to access data from code memory, that is internal ROM or external ROM ൽ നിന്ന് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. In this addressing mode, address is indirectly specified as sum of A and DPTR. So അതിൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. This is very useful because ROM contain permanent data which is stored in the form of lookup table. To access the lookup table, address is given as sum or to register. സോ അതിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ സെയിം സാധനം തന്നെ, ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. മൂവ് സി എന്നാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വരിക. സോ ഇവിടെ നമുക്ക് സമ്മ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ദാറ്റ് ഈസ് എ ഗെറ്റ് ദ കണ്ടൻസ് ഓഫ് റോം ലൊക്കേഷൻ പോയിന്റഡ് ബൈ എ പ്ലസ് DPTR. ഇഫ് DPTRൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0400H ആണ് ആൻഡ് എ എന്ന് പറയുന്നത് 05H ആണെങ്കിൽ then A gets the contents of ROM location whose address is 0405H. സോ നമുക്ക് ഇൻസ്ട്രക്ഷൻ അകത്ത് തന്നെ സം ഓപ്പറേഷൻ യൂസ് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് ലൊക്കേഷൻസിൻ്റെ അഡീഷഡ് ലൊക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ഇൻസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം A+PC. ദാറ്റ് ഈസ് PC എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടറാണ്. സോ A gets the content of ROM location pointed by A+PC. ഓക്കെ, സോ അതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല, റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇറ്റ്സ് യൂസ്ഫുൾ ബിക്കോസ് റോം കണ്ടന്റ് പെർമനന്റ് ഡാറ്റ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ലുക്കപ്പ് ടേബിൾ. സോ ആ ഒരു രീതിയിൽ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികവും ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുക. ഓക്കെ, C is present in such instruction to indicate code memory. Okay, the same instruction may operate in internal or external ROM depending upon the address on the value of EA പിൻ ഓഫ് 8051. നമുക്കറിയാം എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞ ഒരു പിൻ ഉണ്ട് 8051ൽ. അത് 1 ആണോ 0 ആണോ എന്ന് നോക്കിയിട്ടാണ് അത് ഇന്റേണൽ മെമ്മറി പോകണോ എക്സ്റ്റേണൽ മെമ്മറി പോകണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഫ് ദ അഡ്രസ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 0000 to 0FFFH then EA പിൻ വിൽ ബി ഡിസൈഡ് ഇഫ് ഇറ്റ്സ് ഓപ്പറേറ്റ്സ് ഓൺ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ റോം. സോ നമ്മൾ റോമിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കാം. ഓക്കെ, സോ E എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എക്സ്റ്റേണൽ റോമിൽ പോകും, അല്ലെങ്കിൽ ഇന്റേണൽ റോമിൽ പോവുകയാണ് ചെയ്യുക. ഇഫ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ റേഞ്ചിൻ്റെ മുകളിലേക്ക് വരുന്ന അഡ്രസ്സ് ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ റോമിലേക്ക് പോകും. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ റേഞ്ച് എങ്ങനെ വന്നെന്നും അതിൽ എങ്ങനെ EA യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഇന്റേണൽ റോം ആൻഡ് എക്സ്റ്റേണൽ റോം എങ്ങനെ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ലെക്ചർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8051ൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇനി അങ്ങോട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പം ഈ ഓരോ മെത്തേഡും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ആൻഡ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇനി അങ്ങോട്ട് പ്രോഗ്രാമിംഗ്സിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.